യൂറോപ്പിലെ ഒരു വലിയൊരു ചെലവ്, ഒരു കാർ ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ ചെലവ് എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. ഈ പാർക്കിങ്ങിൻ്റെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇങ്ങനത്തെ ഒരു മെഷീൻ കാണാം. ഇതിൽ ഏകദേശം 1 മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ കറക്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞൊരു 15-20 മിനിറ്റിനുള്ളിൽ നിർബന്ധമായിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ വന്നിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ടിക്കറ്റിൻ്റെ എത്ര സമയം നമുക്ക് ഇവിടെ നിർത്തിയിടാം, അതിനേക്കാളും കൂടുതലാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഫൈൻ കിട്ടിയിരിക്കും. അതുകൊണ്ട് എപ്പോഴും യൂറോപ്പിൽ കാർ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിർബന്ധമായിട്ടും പാർക്കിംഗ് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് വേണ്ട ഒരു ടൈമിനുള്ള പേയ്മെൻറ്റ് നടത്തിയിട്ട് വേണം നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്ത് പോകാനായിട്ട്. ലിത്വാനിയ എന്ന് പറയുന്നത് പോളണ്ടിൻ്റെയോ മറ്റ് വലിയ രാജ്യങ്ങളുടെ പോലെയല്ല, ചെറിയ രാജ്യമാണ്. ലാറ്റ്വിയ അത് ലിത്വാനിയ അത്. ഇവിടെ വരുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവും, ട്യൂഷൻ ഫീയും കുറവാണ്. അതേ കാരണം കൊണ്ട് തന്നെ ജർമ്മനിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെയും ബ്ലോക്ക്ഡ് അക്കൗണ്ടിലെ പൈസ വളരെ ഹൈ ആയതുകൊണ്ട് പല കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2 ഡെസ്റ്റിനേഷൻസാണ് ലാറ്റ്വിയയും ലിത്വാനിയയും. അതിൽ ലിത്വാനിയയിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട ടൗൺഷിപ്പുകളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ടൗൺഷിപ്പുകൾ എന്ന് പറയുന്നത് ഒരുവിധമുള്ള മെയിനായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് നിൽക്കുന്നത് ഈ 2 സ്ഥലങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ കോസ്റ്റൽ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ വിൽനെസ് എന്നുള്ള ക്യാപിറ്റൽ സിറ്റികളും നീങ്ങിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് പാർട്ട് ടൈം ജോലികൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടും വിൽനെസ് തന്നെയാണ് ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് വിൽനെസ് എത്തുന്നതിന് 1 മണിക്കൂർ മുന്നുള്ള കുനാസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കുനാസ് എന്ന് പറയുന്നതും ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററാണ് വിൽനെസിന് മുന്നേ പോളണ്ടിൽ നിന്ന് വരുന്നത്. അതിൽ ഓൾഡ് സിറ്റിയാണ് കുനാസിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് നോക്കി കാണാം ഓട്ടം സീസണിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇവിടുന്ന് കാണുന്ന മലകളിൽ പല നിറങ്ങളും ഈ റിവറും എല്ലാമായിട്ട് വളരെ മനോഹരമാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം തന്നെ, അതായത് ഗോത്തിക് സ്റ്റൈലും റിനൈസൻസ് സ്റ്റൈലിലൊക്കെ ഉള്ള വിവിധ തരത്തിലുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് ഈ ഒരു ഓൾഡ് ടൗണിൽ കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ ലിത്വാനിയയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വിൻ്ററിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇവിടെ. ഏകദേശം മരങ്ങളിലേക്ക് ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഓട്ടത്തിൻ്റെ ഒരു അവസാന ഫേസ് എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് വളരെ ഇരുട്ട് നിറഞ്ഞ അല്ലെങ്കിൽ കൂടുതൽ നേരം ഡേ ടൈം കിട്ടാത്ത ഒരു സമയമാണ് നമുക്ക് വിൻ്റർ എന്നറിയാം. എങ്കിൽ തന്നെ ഈ വിൻ്ററിനെയും ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്പ് ഒരുങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്ന ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ എല്ലാവരും കാണേണ്ട ഒന്ന് തന്നെയാണ്. നോക്കിയാൽ അറിയാം, ഇതിപ്പോൾ ഇഗ്ലൂ പോലത്തെ ചെറിയ ടെൻറ്റുകൾ ഇത് ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. അങ്ങനത്തെ ആൾക്കാർക്ക് ഇരിക്കാനും ഡൈൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അതേസമയം എല്ലാ മരങ്ങളിലും തന്നെ ലൈറ്റ്സ് എല്ലാം ഓൺ ആയി കഴിഞ്ഞാൽ അടുത്തൊരു 1-2 ആഴ്ചയുള്ളിൽ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരിക്കില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും എൻറ്റയർ യൂറോപ്പ് തന്നെ. ഇതാണ് നമ്മൾ കാണുന്ന ഈ ഒരു ബസിലിക്ക, സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ബസിലിക്ക എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ള കുനാസിലെ ഓൾഡ് ടൗണിലുള്ള ബസിലിക്ക. ഇത് എന്ന് ഉണ്ടായി എന്നുള്ളത് അല്ലെങ്കിൽ എന്നാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പരിപൂർണമായി കഴിഞ്ഞത് എന്നുള്ളതിന് അൺനോണാണ്. അത് പറയപ്പെടുന്നത് 1413 ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞതെന്നാണ്. വളരെ ഒരു എക്സെപ്ഷണലി ഗുഡായിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള വളരെയധികം ആഡംബരങ്ങളോട് അലങ്കരിച്ചിട്ടുള്ള ഒരു ബസിലിക്കയാണത്.